ഹലോ, കാലത്തെ തന്നെ അമ്പലത്തിലോട്ടാണ് യാത്ര. നിങ്ങൾ അറിഞ്ഞു കാണുന്നു വിചാരിക്കുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ ഉത്സവം നടക്കണ കാരണം കൊണ്ട് അന്നദാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് മേടിക്കാൻ പോകട്ടാ. ദേ ഈ കാണുന്ന ടോക്കൺ കൊടുത്താലേ നമുക്ക് സാധനം കിട്ടത്തുള്ളൂ. 7-ാം തീയതി വരെയാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ്. മുതിരപ്പുഴുക്കും കഞ്ഞിയാണ് കാലത്ത് കിട്ടണത്. അത് മേടിക്കാനുള്ള യാത്രയാണ് ഇപ്പോ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉച്ചക്കലത്തെ ചൂട് ചോറും മോരുകൂട്ടാനാണ് കേട്ടോ. അവിടെ ഇപ്പൊ ഉത്സവവും കാര്യങ്ങളൊക്കെ നടക്കണ കാരണം കൊണ്ട് അത്യാവശ്യം നല്ല പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വരാൻ പറ്റുന്നവരൊക്കെ പോരെ. അധിക നേരം അവിടെ നിൽക്കേണ്ടി വന്നില്ല കേട്ടാ. തിരക്കുണ്ടായിരുന്നെങ്കിലും വേഗം വേഗം കൊടുത്തു വിടണ കാരണം കൊണ്ട് വരി നല്ല സ്പീഡിൽ പോകുണ്ടായിരുന്നു. ഒരു നേരത്തെ ആഹാരം കിട്ടാത്ത ആൾക്കാർക്കൊക്കെ ഇതുപോലെ ഭക്ഷണം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കൂട്ടാ. അങ്ങനെ സാധനം നമ്മുടെ കയ്യിലെത്തിണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് ചൂടിക്കുക. അത്യാവശ്യം നല്ല കനള കാരണം കൊണ്ട് എന്റെ ഉപ്പാടൊക്കെ തീരുമാനമായിട്ടുണ്ട്. ഈ കാണുന്നതാണ് മുതിരപ്പുഴുക്കിട്ട. ആ കാണുന്ന വലിയ തൂക്കുപാത്രം നിറച്ച് കഞ്ഞിയണ്ട. കുറച്ച് നമ്മൾ പണിക്കാർക്കും കൂടിയും കൊടുത്താലേ സംഭവം തീരുള്ളൂ. കാലത്ത് നേരത്തെ പോയ കാരണം കൊണ്ട് ഒന്നും കഴിക്കാത്ത കാരണം കൊണ്ടും നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ വന്നു പറഞ്ഞ തന്നെ കഞ്ഞി ആദ്യം പടച്ചു. 2 ദിവസമായി മുടി വെട്ടണം എന്നിങ്ങനെ വിചാരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നുണ്ട്. അപ്പൊ ഇനി മുടി വെട്ടിയിട്ടാവും ബാക്കി കാര്യങ്ങൾ. ഈ കടയിൽ വന്നിട്ടാണ് നമ്മൾ സ്ഥിരം മുടി വെട്ടാറ്. ഇതിന്റെ പേര് പ്രാവിൻകൂട് എന്നുണ്ടാ. എന്തുകൊണ്ടാണ് പേരിടാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രാവളൊക്കെ ഒന്നുകൂടെ കൂട് കൂട്ടിയ കാരണം കൊണ്ടാണ് പ്രാവിൻകൂട് എന്ന് പേരിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മുടി വെട്ടാൻ പോയിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. നമ്മൾ വിചാരിച്ച പോലെ മുടി വെട്ടിയെന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഉള്ള കോൺഫിഡൻസും കൂടി നഷ്ടപ്പെട്ടുട്ടാ. മുടി വെട്ടി പുറത്തിറങ്ങിയപ്പോ എന്റെ തല ചെറുതായ പോലെ എനിക്ക് തോന്നിയിട്ടാ. നിങ്ങൾക്ക് എങ്ങനെ തോന്നിച്ചാൽ പറയിട്ടാ. അമ്മാമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം.